ചരിത്രത്തിലാദ്യമായി കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി. ഒട്ടതിരി നമ്പൂതിരിപ്പാട്. ബാലകൃഷ്ണപിള്ള. തോമസ്. നീലലോകേശ് നാടാര്. ആർ ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ളല്ലേ? ബാലകൃഷ്ണപിള്ള. എനിക്കറിയാൻ വരുന്നു, ഇത് ആലോചിക്കാൻ സമയം വേണം. ഇപ്പോഴേ എനിക്ക് നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന റാസ്കോ മാർട്ടാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. റാസ്കോ മാർട്ടാൻ്റെ റാസ്കോ പാർട്ടി ഹാൾ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്ന വക്കം മാർക്കറ്റ് ജംഗ്ഷനിലാണ്. അപ്പോൾ നിസാർ കാക്കായ്ക്കാണ് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചോദ്യത്തിന് നേരിടേണ്ടി വന്നു, ശരിയായിട്ടുള്ള ഉത്തരം പറയാൻ സാധിച്ചില്ല. ഞങ്ങളുടെ കൈവശം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന റാസ്കോ മാർട്ടും ഇപ്പോൾ അവരുടെ റാസ്കോ പാർട്ടി ഹാളുമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഫംഗ്ഷനുകൾ നടത്താൻ പറ്റിയ ഒരു എയർ കണ്ടീഷൻഡ് ഹാളാണ്. അവിടെ വിശാലമായിട്ടുള്ള പാർക്കിങ്ങും അവൈലബിളാണ്. സ്ഥാപനം അത്യാവശ്യമാണ്. പാർട്ടി ഹാള് നമുക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ അങ്ങനെ ഒരെണ്ണം ഇല്ല. അപ്പോൾ വിശാലമായിട്ടുള്ള നമ്മൾ ഈ ടീ പാർട്ടികളും മറ്റ് വിവാഹ പാർട്ടികളും എല്ലാം നടത്താൻ പറ്റിയ ഒരു ഹാളാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിൽ ആദ്യമായി കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഒട്ടതിരി നമ്പൂതിരിപ്പാട്. അറിയില്ല. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട വ്യക്തിയാണ് ബാലകൃഷ്ണൻ. ഗണേഷ് ബാലകൃഷ്ണപിള്ളയല്ല, ഗണേശുമല്ല, മറ്റൊരാളാണ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ബാലകൃഷ്ണപിള്ളയല്ല. തോമസ്. നീലലോകേശ് നാടാര്. നീലലോകദാസൻ നാടാരുമല്ല. മണിയണ്ണനെ ചോദിക്കാം. മണിയണ്ണൻ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. കോടതി വിധിയിലൂടെ, കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ഇപ്പോൾ ഞങ്ങളുടെ കൈവശം റാസ്കോ മാർട്ടാൻ്റെ റാസ്കോ പാർട്ടി ഹാൾ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഇപ്പോൾ നമ്മൾ റാസ്കോ മാർട്ട് അറിയാമല്ലോ, വക്കത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അറിയാം. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ പാർട്ടി ഹാളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 250ഓളം പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു ഹാളാണ്. എയർ കണ്ടീഷൻഡ് ഹാളാണ്. നമ്മുടെ വിവാഹ മംഗളകർമ്മങ്ങളിലെ ചെറിയും വലുതുമായിട്ടുള്ള പാർട്ടികളെല്ലാം 250ഓളം ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഹാളാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യവും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിൽ ആദ്യമായി കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി? ആർ ബാലകൃഷ്ണപിള്ള. നിങ്ങളുടെ നാട്ടിനടുത്തായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ഊഹം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് ഒരാൾ ഉണ്ട്, അറിയില്ല, തലയിൽ കയറുന്നില്ല. നിയമസഭാ കോടതി കൂടെ നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി എനിക്കറിയാൻ വയ്യാടെ. എനിക്കറിയില്ല. അറിയാത്തെങ്ങനെ എന്ന് വന്നാലും അറിയത്തില്ല. ബാലകൃഷ്ണപിള്ളല്ലേ? ഇനി ഇവിടെയില്ല. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി? ബാലകൃഷ്ണപിള്ള. ഞങ്ങളുടെ കൈവശം റാസ്കോ മാർട്ടാൻ്റെ റാസ്കോ പാർട്ടി ഹാൾ നൽകുന്ന മനോഹരമായൊരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി? അറിയത്തില്ല. അറിയത്തില്ല അല്ലേ?
ഇതിൻ്റെ ശരിയുത്തരം അറിയണ്ടേ? റോസമ്മ പുന്നൂസാണ് 1958 കോടതി വിധിയിലൂടെ ഇലക്ഷൻ ട്രൈബ്യൂണലിൻ്റെ ഒരു നടപടിയിലൂടെ അവരുടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടത്. പിന്നീട് അവർ ഇലക്ഷനിൽ നിന്ന് വിജയിച്ച് വീണ്ടും നിയമസഭയിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.